ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് അപ്പോൾ നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് മാങ്ങയും മുരിങ്ങയും ഒക്കെ ഇട്ടിട്ട് ചോറിനൊപ്പം കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഒഴിച്ചുകറിയുടെ റെസിപ്പിയാണ്. അപ്പം ഇത് തയ്യാറാക്കാൻ വേണ്ടി നമ്മൾ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ വേണ്ടത് മാങ്ങയും മുരിങ്ങയാണ്. മുരിങ്ങ ഇതുപോലെ നീളമുള്ള കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ മാങ്ങ ഇതുപോലെ അത്യാവശ്യം വലിപ്പമുള്ള കഷ്ണങ്ങളാക്കി തന്നെ മുറിച്ചെടുത്ത് നമ്മൾ ഒരു ചട്ടിയിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് കുറച്ച് കുഞ്ഞുള്ളിയാണ്. കുഞ്ഞുള്ളി ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഒരു 5-6 കുഞ്ഞുള്ളിയൊക്കെ അരിഞ്ഞ് ചേർക്കാം. കുഞ്ഞുള്ളി ഇല്ലാഞ്ഞതുകൊണ്ട് ഞാനിപ്പം ചേർക്കുന്നത് സവാളയാണ്. ഒരു സവാള ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു പച്ചമുളകാണ്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു. പിന്നെ ഇതിലേക്ക് വേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പുമാണ്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഉപ്പും ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് അത് കൂടാതെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയൊരു കളറിന് വേണ്ടിയിട്ടാണ് ഈ മുളക് പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മളുടെ കഷ്ണങ്ങളൊക്കെ മുങ്ങിക്കിടക്കത്തക്ക രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്ക് അടച്ചു വെച്ചിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. നമ്മൾ ചേർത്തിട്ടുള്ള മാങ്ങയും അതുപോലെ തന്നെ മുരിങ്ങയും നല്ലവണ്ണം വെന്ത് വരണം. ആ ഒരു രീതിക്ക് തന്നെ നമ്മൾ കുക്ക് ചെയ്തെടുക്കുക. ഇത് കുക്കായി വരുന്ന സമയം കൊണ്ട് നമുക്കൊരു അരപ്പ് വേണം. അതിനുവേണ്ടി ഞാൻ കുറച്ച് തേങ്ങ ചിരവിയത് ഇതിലേക്ക് ഒരു വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, 3-4 കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ട്, ഒരു പച്ചമുളകും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നമുക്ക് നല്ലതുപോലെ മിക്സിക്കകത്തിട്ട് നല്ല മഷി പോലെ അരച്ചെടുക്കാം. എന്നിട്ട് ആ പേസ്റ്റ് ഈ മുരിങ്ങയും മാങ്ങയിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒന്ന് തിളകയറ്റിയെടുക്കാം. നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള തേങ്ങയുടെ പച്ചവയൊക്കെ ഒന്ന് മാറുന്നിടം വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. തല കയറി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ചട്ടി ആയതുകൊണ്ട് തന്നെ ഇതിൽ കുറച്ചുകൂടെ ചൂട് കാണും. ആ ചൂടിലിരുന്ന് തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വെന്തോളും. ഇനി നമുക്ക് ഇതിലേക്ക് കടുക് താളിച്ചൊഴിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കുക. അതിലേക്ക് കടുകും വറ്റൽമുളക് പിന്നെ നമ്മളുടെ കറിവേപ്പില ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അത് നമ്മളുടെ ഈ ഒരു വെന്ത കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അൽപ്പൂടി ചേർത്ത് കഴിഞ്ഞാൽ ഇത് കുറച്ച് നേരം ഒന്ന് അടച്ച് വെക്കണം. ഇനി സെർവ് ചെയ്യുന്ന സമയത്ത് നമുക്കിത് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മളുടെ അടിപൊളിയായിട്ടുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് കൂട്ടുകൂടാനും മറന്നു പോകരുതേ. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വേറൊരു ദിവസം കാണാം. അതുവരേക്കും ബൈ.